ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത 6-ാം അധ്യായം ആത്മസംയമയോഗം. ശ്ലോകം 24. സങ്കൽപ്പപ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാനശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ. സങ്കൽപ്പപ്രഭവാൻ, സങ്കല്പത്തിൽ നിന്നുണ്ടാകുന്ന സർവാൻ കാമാൻ, എല്ലാ ആഗ്രഹങ്ങളെയും അശേഷതഃ നിശേഷം ത്യക്ത്വാ ഉപേക്ഷിച്ചിട്ട് മനസാ ഏവ മനസ്സുകൊണ്ട് തന്നെ ഇന്ദ്രിയഗ്രാമം ഇന്ദ്രിയ സമൂഹത്തെ സമന്തതഃ എല്ലാ വിഷയങ്ങളിൽ നിന്നും വിനിയമ്യ നിവർത്തിപ്പിച്ചതിന് ശേഷം. ശ്ലോകം 25. ശനൈരുപരമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. ധൃതി ഗൃഹീതയാ ധാരണ കൊണ്ട് സ്വാധീനമാക്കി തീർത്ത ബുദ്ധ്യ ബുദ്ധി കൊണ്ട് മനസ്സിനെ ആത്മസംസ്ഥം ആത്മാവിൽ നിശ്ചലമാക്കി കൃത്വ ചെയ്തിട്ട് ശനൈ മെല്ലെ മെല്ലെ ഉപരമേത് ശബ്ദാദി വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളിൽ നിന്നും പിൻവലിക്കണം. കിഞ്ചിദപി പിന്നീട് മറ്റൊന്നിനെയും ന ചിന്തയേത് ചിന്തിക്കരുത്. സങ്കല്പത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാ ആഗ്രഹങ്ങളെയും നിശേഷം ഉപേക്ഷിച്ചിട്ട് മനസ്സുകൊണ്ട് തന്നെ ഇന്ദ്രിയ സമൂഹത്തെ എല്ലാ വിഷയങ്ങളിൽ നിന്നും നിവർത്തിപ്പിച്ചതിന് ശേഷം ധാരണ കൊണ്ട് സ്വാധീനമാക്കി തീർത്ത ബുദ്ധി കൊണ്ട് മനസ്സിനെ ആത്മാവിൽ നിശ്ചലമാക്കി ചെയ്തിട്ട് മെല്ലെ മെല്ലെ ഇന്ദ്രിയങ്ങളിൽ നിന്നും ശബ്ദാദി വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിക്കണം. പിന്നീട് മറ്റൊന്നിനെയും ചിന്തിക്കരുത്. ശ്ലോകം 26. യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈ തദാത്മന്യേവ വശം നയേത്. ചഞ്ചലം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതും അസ്ഥിരം ഒന്നിലും ഉറച്ചു നിൽക്കാത്തതുമായ മനസ്സ് ഏതേത് വിഷയത്തിൽ നിശ്ചരതി സഞ്ചരിക്കുന്നുവോ തത അതാത് വിഷയത്തിൽ നിന്നും ഏതത് ഈ മനസ്സിനെ നിയമ്യ പിന്തിരിച്ച് ആത്മനി ഏവ ആത്മാവിൽ തന്നെ വശം നയേത് സ്ഥിരമാക്കി നിർത്തണം. എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതും ഒന്നിലും ഉറച്ചു നിൽക്കാത്തതുമായ മനസ്സിനെ ഏതേത് വിഷയത്തിൽ സഞ്ചരിക്കുന്നുവോ അതാത് വിഷയത്തിൽ നിന്ന് പിന്തിരിച്ച് ആത്മാവിൽ തന്നെ സ്ഥിരമാക്കി നിർത്തണം. ശ്ലോകം 27. പ്രശാന്തമനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. ശാന്തരജസം രജോഗുണമകന്നവനും പ്രശാന്ത മനസം ശാന്തമായ മനസ്സോടുകൂടിയവനും അകൽമഷം പാപം നശിച്ചവനും ബ്രഹ്മഭൂതം ബ്രഹ്മം തന്നെയായി തീർന്നവനുമായ ഏനം യോഗിനം ഈ യോഗിയെ ഉത്തമം സുഖം അത്യുത്തമമായ സുഖം ഉപൈതിഹി പ്രാപിക്കുക തന്നെ ചെയ്യും. ശ്ലോകം 28. യുഞ്ജന്നേവം സദാത്മാനം യോഗി വിഗതകൽമഷഃ സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ. ഏവം ഇപ്രകാരം സദാ എപ്പോഴും ആത്മാനം മനസ്സിനെ യുഞ്ജൻ ആത്മാവിൽ നിശ്ചലമായി ഉറപ്പിക്കുന്നവനും വിഗതകൽമഷഃ പാപം നിശേഷം നശിച്ചിരിക്കുന്നവനുമായ യോഗി സുഖേന നിഷ്പ്രയാസം ബ്രഹ്മസംസ്പർശം ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നിന്ന് അനുഭവപ്പെടുന്ന അത്യന്തം സുഖം
അത്യുത്തമമായ സുഖത്തെ അശ്നുതേ അനുഭവിക്കുന്നു. ഇങ്ങനെ മനസ്സിനെ ആത്മാവിൽ നിശ്ചലമായി ഉറപ്പിക്കുന്നവനും പാപം നിശേഷം നശിച്ചിരിക്കുന്നവനുമായ യോഗി നിഷ്പ്രയാസം ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നിന്ന് അനുഭവപ്പെടുന്ന അത്യുത്തമമായ സുഖത്തെ അനുഭവിക്കുന്നു. ശ്ലോകം 29. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. യോഗയുക്താത്മാ ധ്യാനയോഗത്തിൽ മനസ്സുറച്ചവനും സർവത്ര എല്ലാ വസ്തുക്കളിലും സമദർശന സമമായി ബ്രഹ്മത്തെ തന്നെ കാണുന്നവനുമായ യോഗി ആത്മാനം ആത്മാവായ തന്നെ സർവഭൂതസ്ഥം എല്ലാ ജീവജാലങ്ങളിലും സ്ഥിതി ചെയ്യുന്നതായും ആത്മനി ആത്മാവായ തന്നിൽ സർവഭൂതാനീച എല്ലാ ജീവജാലങ്ങളും സ്ഥിതി ചെയ്യുന്നതായും ഈക്ഷതേ കാണുന്നു. ധ്യാനയോഗത്തിൽ മനസ്സുറച്ചവനും എല്ലാ വസ്തുക്കളിലും സമമായി ബ്രഹ്മത്തെ തന്നെ കാണുന്നവനുമായ യോഗി ആത്മാവായ തന്നെ എല്ലാ ജീവജാലങ്ങളിലും സ്ഥിതി ചെയ്യുന്നതായും ആത്മാവായ തന്നിൽ എല്ലാ ജീവജാലങ്ങളും സ്ഥിതി ചെയ്യുന്നതായും കാണുന്നു. ശ്ലോകം 30. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. യ സർവത്ര യാതൊരുവൻ എല്ലാത്തിലും മാം പശ്യതി പരമാത്മാവായ എന്നെ കാണുന്നുവോ സർവം ച എല്ലാത്തെയും മയി ആത്മാവായ എന്നിലും പശ്യതി കാണുന്നുവോ തസ്യ അവന് അഹം ഞാൻ ന പ്രണശ്യാമി ഒരിക്കലും അദൃശ്യനായിരിക്കില്ല സ ച അവനും മേ എനിക്കും ന പ്രണശ്യതി ഒരിക്കലും അദൃശ്യനായിരിക്കുന്നില്ല. ആത്മാവായ എനിക്ക് അവനും അവന് ഞാനും എപ്പോഴും പ്രത്യക്ഷമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് സാരം. ശ്ലോകം 31. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവഥാ വർത്തമാനോപി സ യോഗി മയി വർത്തതേ. യ ഏകത്വം ആസ്ഥിതഃ യാതൊരുവൻ ഏകത്വത്തെ അതായത് പരമാത്മാവും ജീവനായ താനും ഒന്നു തന്നെ എന്നീ രൂപത്തിലുള്ള അഭേദത്തെ ആശ്രയിച്ചിട്ട് സർവഭൂതസ്ഥിതം എല്ലാവരിലും അന്തര്യാമി സ്വരൂപേണ വിളങ്ങുന്ന എന്നെ മാം ഭജതി എന്നെ ഭജിക്കുന്നുവോ സ യോഗി ആ യോഗി സർവഥാ വർത്തമാന അഭി എങ്ങനെ ജീവിച്ചാലും മയി വർത്തതേ എന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അദ്ദേഹം എപ്പോഴും മുക്തൻ തന്നെ എന്ന് സാരം. സമാധിനിഷ്ഠനായോ ലോകസംഗ്രഹാർത്ഥം കർമ്മയോഗം അനുഷ്ഠിച്ചുകൊണ്ടോ ജീവിച്ചാലും എന്ന് സാരം. പരമാത്മാവും ജീവനായ താനും ഒന്നു തന്നെ എന്നീ രൂപത്തിലുള്ള അഭേദത്തെ ആശ്രയിച്ചിട്ട് അതായത് ഏകത്വത്തെ ആശ്രയിച്ച് എല്ലാവരിലും അന്തര്യാമി സ്വരൂപേണ വിളങ്ങുന്ന എന്നെ ഭജിക്കുന്നുവോ ആ യോഗി എങ്ങനെ ജീവിച്ചാലും എന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു, എപ്പോഴും മുക്തൻ തന്നെ എന്ന് സാരം. ശ്ലോകം 32. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി അർജുന സുഖം വാ യദി വാ ദുഃഖം സ യോഗി പരമോ മദഃ. അല്ലയോ അർജുന, സർവത്ര സകല ജീവജാലങ്ങളിലും സുഖം വാ യതി ദുഃഖം വാ സുഖമോ ദുഃഖമോ ആയാലും അതിനെ തൻ്റേതുപോലെ ആത്മൗപമ്യേന സമമായി യാതൊരുവൻ കാണുന്നുവോ യ പശ്യതി യാതൊരുവൻ കാണുന്നുവോ സ യോഗി ആ യോഗി പരമമത സർവോത്കൃഷ്ടനെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങളെ തൻ്റേതുപോലെ കാണുന്നവൻ ഒരിക്കലും ആർക്കും അഹിതമായിട്ടൊന്നും പ്രവർത്തിക്കില്ല.
അതിനാൽ അദ്ദേഹം സർവോത്കൃഷ്ടനാണ്. ശ്ലോകം 33. അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. യോയം യോഗസ്ത്വയാ പ്രോക്തഃ സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. മധു എന്ന അസുരനെ സംഹരിച്ച ഭഗവാനെ സാമ്യേന മനസ്സിനെ ശീതോഷ്ണങ്ങളിലും സുഖദുഃഖങ്ങളിലും സമമാക്കി നിർത്തിക്കൊണ്ടുള്ള യ അയം യോഗ, ഈ യാതൊരു യോഗം ത്വയാ പ്രോക്ത, നിന്തിരുവടിയാൽ അരുള ചെയ്യപ്പെട്ടുവോ. ചഞ്ചലത്വാത്, മനസ്സിൻ്റെ ചഞ്ചലത്വം കാരണം ഏതസ്യ സ്ഥിരാം സ്ഥിതിം, ഇതിൻ്റെ നിശ്ചലമായ സ്ഥിതിയെ അഹം ന പശ്യാമി, ഞാൻ കാണുന്നില്ല. അല്ലയോ മധുസൂദന, മനസ്സിനെ ശീതോഷ്ണങ്ങളിലും സുഖദുഃഖങ്ങളിലും സമമാക്കി നിർത്തിക്കൊണ്ടുള്ള ഈ യോഗം നിന്തിരുവടിയാൽ അരുളി ചെയ്യപ്പെട്ടുവോ. മനസ്സിൻ്റെ ചഞ്ചലത്വം കാരണം ഇതിൻ്റെ നിശ്ചലമായ സ്ഥിതിയെ ഞാൻ കാണുന്നില്ല. ശ്ലോകം 34. ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാധിബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാധിബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. കൃഷ്ണ, ഭഗവാനേ കൃഷ്ണ, മനസ്സ് ചഞ്ചലം ഹി, ഒരു നിമിഷം പോലും നിശ്ചലമായി നിൽക്കാത്തതും, പ്രമാധി, ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും ക്ഷോഭിപ്പിക്കുന്നതും, ബലവത്, അത്യന്തം ശക്തിയോടുകൂടിയതും, ദൃഢം, ഒരു വിധത്തിലും ഇളക്കാൻ പറ്റാത്ത വിധത്തിൽ വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതുമാണ്. തസ്യ, അതിൻ്റെ, അതായത് മനസ്സിൻ്റെ, നിഗ്രഹം, അതായത് നിരോധം, അടക്കൽ, വായോ ഇവ, വായുവിനെ അടക്കുന്നത് എത്ര ദുഷ്കരമോ അതുപോലെ സുദുഷ്കരം, ഇതി, അസാധ്യമെന്ന്, വായുവിനെ അടക്കുന്നത് എത്ര ദുഷ്കരമോ അതുപോലെ അസാധ്യമെന്ന് അഹം മന്യേ, ഞാൻ വിചാരിക്കുന്നു. അല്ലയോ കൃഷ്ണ, മനസ്സ് ഒരു നിമിഷം പോലും നിശ്ചലമായി നിൽക്കാത്തതും, ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും ക്ഷോഭിപ്പിക്കുന്നതും, അത്യന്തം ശക്തിയോടുകൂടിയതും, ഒരു വിധത്തിലും ഇളക്കാൻ പറ്റാത്ത വിധത്തിൽ വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതുമാണ്. അങ്ങനെയുള്ള മനസ്സിൻ്റെ നിരോധം, അതായത് മനസ്സിനെ അടക്കൽ, വായുവിനെ അടക്കുന്നത് എത്ര ദുഷ്കരമോ അതുപോലെ അസാധ്യവുമാണ്. ശ്ലോകം 35. ശ്രീഭഗവാനുവാച അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ജലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ജലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ജലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. മഹാബാഹോ, കൗന്ദേയ, നീണ്ട കൈകളോടുകൂടിയവനും കുന്തിപുത്രനുമായ അർജുന, മനസ്സ് ദുർനിഗ്രഹം, അടക്കാൻ വിഷമമുള്ളതും, ചലം, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതുമാണെന്ന വിഷയത്തിൽ അസംശയം, സംശയമില്ല തന്നെ. തഥാപി, അങ്ങനെയാണെങ്കിലും, അഭ്യാസേനതു, നിരന്തര പരിശ്രമം കൊണ്ടും, വൈരാഗ്യേണ ച, വൈരാഗ്യം കൊണ്ടും, ഗൃഹ്യതേ, തീർച്ചയായും അടക്കാൻ കഴിയും. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിൽ ആഗ്രഹമില്ലായ്മയാണ് വൈരാഗ്യം. അടക്കാൻ വിഷമമുള്ള, എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനെ നിരന്തര പരിശ്രമം കൊണ്ട്, വൈരാഗ്യം കൊണ്ട്
തീർച്ചയായും അടക്കാൻ കഴിയും എന്ന് ഭഗവാൻ പറയുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം ശ്രീ